അപ്പം ശരിക്കും ചാമ്പ്യൻ ആയതല്ല, നാഷണൽ ടോപ്പ് 10-ൽ എത്തിയത് എപ്പോഴാണ്? അത് എന്തായിരുന്നു മത്സരം? അതാണ് ഞാൻ പറഞ്ഞത്, ഹീറോ ഡേർട്ട് ബൈക്കിംഗ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഇവന്റ്. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന റേസ് ഇവന്റ് ആണത്. ആദ്യമായിട്ട് ഓടിച്ചതിൽ തന്നെയാണ് നാഷണൽ ലെവലിൽ ടോപ്പ് ടോപ്പ് 10-ൽ 10 എത്തിയത്. അതെ അതെ. അത് ഇങ്ങനെ ഓരോ സ്റ്റേജ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ സ്കില്ല് നോക്കാൻ വേണ്ടിയിട്ട് സ്ലോ റേസ് ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ടൈം ട്രയൽ. അങ്ങനെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു 90 പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 90 പേരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓടിക്കണത് നമ്മുടെ സ്കില്ലൊക്കെ വെച്ച് പോയിന്റ് ഇടും. ആ പോയിന്റിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ജയ്പൂർക്ക് വന്നത്. ജയ്പൂർ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോൻ്റെ ഡക്കാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് റാലിയാണ്. റാലി ഓടിക്കണ റൈഡേഴ്സ് വന്നാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റേസ് ഓടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ട്രെയിനിങ് അവരിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവർ അത് നല്ല രീതിയിൽ ഗുണം ചെയ്ത്. അവർ പറഞ്ഞു തന്നാൽ ഫസ്റ്റ് നമ്മൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ അവരൊരു കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മൈൻഡിലിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് അത് പഠിക്കാൻ പറഞ്ഞത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് വെച്ചാണ് പിന്നെ റേസ് ഓടിക്കാനായിട്ട് തുടങ്ങിയത്. റേസ് ഓടിക്കാൻ നേരത്ത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് റേസ് ബൈക്കൊന്നുമില്ല. അപ്പോൾ വൈശാഖേട്ടൻ എൻ്റെ ഒരു കൂടെ വന്ന വൈശാഖേട്ടനാണ് ഫസ്റ്റ് എനിക്ക് ബൈക്ക് തന്നെ.